വെൽക്കം ബാക്ക്. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻപുട്ട് ഡിവൈസുകളെ പറ്റിയാണ്. ഇൻപുട്ട് ഡിവൈസുകളെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ഇനി എടുക്കുന്നത്. ഇൻപുട്ട് ഡിവൈസുകളിൽ പ്രധാനപ്പെട്ട ഇൻപുട്ട് ഡിവൈസുകളിൽ വരുന്നതാണ് കീബോർഡ്, മൗസ്, ജോയ്സ്റ്റിക്, മൈക്രോഫോൺ, വെബ് ക്യാമറ, സ്കാനർ ആൻഡ് മോണിറ്റർ. മോണിറ്റർ ഇൻപുട്ടായിട്ടും ഔട്ട്പുട്ടായിട്ട് യൂസ് ചെയ്യാറുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ മോണിറ്റർ കൊടുത്തേക്കുന്നത്. കീബോർഡ് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് കീബോർഡ്. ഇത് പഴയ ടൈപ്പ് റൈറ്ററിന്റെ കീബോർഡിനോട് സാദൃശ്യമുള്ള കീകളാണ് ഉള്ളത്. ക്രിസ്റ്റഫർ ലാദം ഷോൾ എന്ന് പറയുന്ന ആളാണ് ടൈപ്പ് റൈറ്ററിന്റെ കീബോർഡിന്റെ പേറ്റന്റ് അദ്ദേഹത്തിന്റെ കണ്ടുപിടിച്ച വ്യക്തി അദ്ദേഹമാണ്. 1868 ടൈപ്പ് റൈറ്റർ കീബോർഡ് കണ്ടുപിടിക്കുന്നത്. ഈ കമ്പ്യൂട്ടർ കീബോർഡും ടൈപ്പ് റൈറ്റർ കീബോർഡിനോട് വളരെ സാദൃശ്യമുള്ളതാണ്. സാധാരണ കീബോർഡുകളെല്ലാം QWERTY കീബോർഡുകളാണ്. QWERTY എന്നുള്ള ഓർഡറിലുള്ള കീബോർഡുകളാണ്. DVORAK എന്ന് പറയുന്ന ഒരു അറയിലുള്ള കീബോർഡ്സും ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ അനുസരിച്ച് കീബോർഡിന് 4 പ്രത്യേക ഏരിയാസ് ഉണ്ട്. ഫങ്ഷൻ കീസ്, ആൽഫബറ്റിക് കീസ്, ന്യൂമറിക് കീപാഡ്, സ്പെഷ്യൽ ക്യാരക്ടർ കീസ്. സാധാരണ ഒരു കീബോർഡിനുള്ളിൽ 101 കീസ് ആണുള്ളത്. ചില കീബോർഡിനകത്ത് 104, 110 കീകൾ കാണാറുണ്ട്. കീബോർഡുകൾ പലതരത്തിലുള്ള കീബോർഡുകളുണ്ട്. ട്രഡീഷണൽ ആയിട്ടുള്ള കീബോർഡ് ഉണ്ട്, സാധാരണ നമ്മൾ കണ്ടുവരാറുള്ള കീബോർഡ്. അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കീബോർഡ്സ് ഉണ്ട്. ഫ്ലെക്സിബിൾ കീബോർഡ് നമ്മളിവിടെ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് ഒരു ഫ്ലെക്സിബിൾ കീബോർഡ്, നമുക്ക് ബെൻഡ് ചെയ്യാൻ പറ്റുന്ന, മടക്കാൻ പറ്റുന്ന കീബോർഡ്. അടുത്തത് എർഗണോമിക് കീബോർഡ്. എർഗണോമിക് കീബോർഡ്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഈ മുകളിൽ കാണിച്ചിരിക്കുന്ന പിക്ചറിൽ കാണുന്നതാണ് എർഗണോമിക് കീബോർഡ്സ്. അതിന്റെ കീസ് ഒക്കെ ഒരു പ്രത്യേക രീതിയിലാണ് പറയുന്നത്. അല്പം കൈക്ക് സ്ട്രെയിൻ ഇല്ലാതെ അല്ലെങ്കിൽ കൈക്ക് പ്രയാസമുള്ള ആളുകൾക്കൊക്കെ ടൈപ്പ് ചെയ്യാൻ വേണ്ടുന്ന പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള കീബോർഡാണ്. അതുപോലെ തന്നെ വയർലെസ് കീബോർഡ്, ഇത് കേബിൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടറോട് ബന്ധിപ്പിച്ചിട്ടുണ്ടായിരിക്കത്തില്ല. നമുക്ക് ഇച്ചിരി ദൂരെ വെച്ച് നമുക്ക് പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കും. വയേർഡ് ആയിട്ടുള്ള കീബോർഡാണ് സാധാരണ യൂസ് ചെയ്യാറുള്ളത്. ഈ ബ്ലൂടൂത്ത് സംവിധാനം ഉപയോഗിച്ച് നമുക്ക് വയർലെസ് ആയിട്ടും കീബോർഡ് പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ PDA കീബോർഡ്. PDA എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഡിവൈസ് ആക്സസ് എന്നാണ്. നമുക്ക് സാറിന് നമുക്കറിയാം, ഈ പബ്ലിക് സിസ്റ്റംസിലൊക്കെ ഉപയോഗിക്കുന്ന കീബോർഡുകൾ PDA കീബോർഡ്സ് ആണ്. PDA എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള കീബോർഡ്സ് ആണ് യൂസ് ചെയ്യാറുള്ളത്. കീബോർഡ് പോലെ തന്നെ മറ്റൊരു ഇൻപുട്ട് ഡിവൈസ് ആണ് മൗസ്. മൗസ് ഒരു പോയിന്റിംഗ് ഡിവൈസ് ആണ്. നമ്മൾ സാധാരണ പോയിന്റ് ചെയ്യാനാണ്, സ്ക്രീനിലുള്ള ഒബ്ജക്റ്റുകൾ പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് മെനൂസ് സെലക്ട് ചെയ്യാൻ, അതുപോലെ തന്നെ നമുക്ക് പല കാര്യങ്ങളും സെലക്ട് ചെയ്യാനും ഒക്കെ, ഡ്രാഗ് ചെയ്യാൻ, ക്ലിക്ക് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ മൗസ് യൂസ് ചെയ്യാറുണ്ട്. മൗസ് സാധാരണ യൂസ് ചെയ്യുന്ന ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസുകളിലാണ്. അതായത് ഗ്രാഫിക്സ് ആയിട്ട് പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന സിസ്റ്റങ്ങളിലാണ് നമ്മൾ കൂടുതലായിട്ടും മൗസ് യൂസ് ചെയ്യാറുള്ളത്. മൗസ് കണ്ടുപിടിക്കുന്നത് 1963 ഇതിന്റെ പേറ്റന്റ് ലഭിക്കുന്നത് 1970. ഡൗഗ്ലസ് എംഗിൾബർട്ട് എന്ന് പറയുന്ന ആളാണ് മൗസ് കണ്ടുപിടിച്ചത്. ഡൗഗ്ലസ് എംഗിൾബർട്ട്. സാധാരണ മൗസിന് 3 ബട്ടൺ ആണുള്ളത്, ലെഫ്റ്റ്, റൈറ്റ് ആൻഡ് സെൻറ്റർ ബട്ടൺ. ചില മൗസുകളിൽ സ്ക്രോൾ വീലും കാണാൻ സാധിക്കും. നമുക്ക് മൗസ് അങ്ങോട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനുള്ള സ്ക്രോൾ വീൽസ്, പേജിനെ മുകളിലേക്ക് നീക്കാനായിട്ടുള്ള സ്ക്രോൾ വീലുകളും മൗസുകളിൽ കാണാറുണ്ട്. പ്രധാനമായിട്ട് 2 ടൈപ്പ് മൗസ് ആണുള്ളത്, മെക്കാനിക്കൽ ആൻഡ് ഒപ്റ്റിക്കൽ. മെക്കാനിക്കൽ മൗസ് എന്ന് പറയുമ്പോൾ മൗസിന്റെ ഫൂട്ടിൽ അടിയിൽ ഒരു റബ്ബർ ബോൾ ഉണ്ടായിരിക്കും. ആ ബോളിന്റെ റൊട്ടേഷൻ അനുസരിച്ചാണ് മൗസിന്റെ പോയിന്റ് നമുക്ക് നീക്കാനായിട്ട് സാധിക്കുന്നത്. ഒപ്റ്റിക്കൽ മൗസ് ആണെങ്കിൽ അവിടെ ബോളില്ല, അതിൻ്റെ ഇടയിൽ ഒരു ലൈറ്റ് സെൻസർ ആണുള്ളത്. ലേസർ ബീം ഉപയോഗിച്ചാണ് മൗസിന്റെ മൂവ്മെന്റ് ഡിറ്റക്ട് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ പല ടൈപ്പ് മൗസുകൾ ഉണ്ട്. പല ടൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ കണക്ട് ചെയ്യുന്ന കണക്ടറിന്റെ ബേസിലാണത് പറയുന്നത്. PS2 പേഴ്സണൽ സിസ്റ്റം 2 മൗസ്. PS2യുടെ അതായത് ഇങ്ങനെ എൻഡിൽ കണക്ടർ വരുന്ന ഒരു കീബോർഡ് ഉണ്ട്, PS2 മൗസ് എന്നാണ് ഇതിന് പറയുന്നത്. പിന്നെ സീരിയൽ മൗസ് ഉണ്ട്, അത് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന മൗസാണ്. ഇപ്പോൾ അത് സീരിയൽ മൗസുകൾ കാണാനില്ല. ഇതാണ് സീരിയൽ മൗസിന്റെ കണക്ടർ. പിന്നെ USB-യിലും കോർഡ്ലെസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മൗസ് ഉണ്ട്. USB മീൻസ് യൂണിവേഴ്സൽ സീരിയൽ ബസ്. USB പോർട്ടുകളിലും അതുപോലെ തന്നെ കോഡുകളില്ലാത്ത, ഇതേപോലെ കോഡുകളൊന്നും ഇല്ലാത്ത മൗസുകളും നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യാറുണ്ട്.
മറ്റുള്ള പോയിന്റിംഗ് ഡിവൈസുകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാക്ക് ബാൾ എന്ന് പറയുന്ന ഒരു പോയിന്റിംഗ് ഡിവൈസ് ആണ്. മൗസ് പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റും. മൗസ് നമ്മൾ നീക്കുന്ന അവസരത്തിൽ ഇവിടെ ഈ മുകളിൽ കാണുന്ന ബോളിൽ റൊട്ടേറ്റ് ചെയ്യിച്ചു കഴിഞ്ഞാൽ പോയിന്റർ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ട്രാക്ക് പോയിന്റ് കീബോർഡിൽ തന്നെ നമുക്ക് മൗസിന്റെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. റൊട്ടേറ്റ് ചെയ്യിക്കാൻ പറ്റുന്നത് പേജിന്റെ മുകളിലോട്ടും ലെഫ്റ്റിലേക്കും റൈറ്റിലോട്ടും ഒക്കെ നീക്കാനായിട്ടുള്ള ട്രാക്ക് പോയിന്റ്. ടച്ച് പാഡ്, നമ്മൾ ലാപ്ടോപ്പുകളിലൊക്കെ കാണാറുള്ള ടച്ച് പാഡ്. ലാപ്ടോപ്പിൽ ഉപയോഗിക്കുന്ന മൗസിനാണ് ടച്ച് പാഡ് എന്ന് പറയുന്നത്. അവിടെ മൗസ് പോലെയുള്ള ഒരു പാഡ് ഉണ്ട്. പാഡിൽ ഫിംഗർ ഉപയോഗിച്ച് ടച്ച് ചെയ്താണ് പ്രവർത്തിപ്പിക്കുന്നത്. മറ്റൊന്നാണ് ടച്ച് സ്ക്രീൻ. ഇത് നമ്മൾ സ്ക്രീനിൽ നേരിട്ട് ടച്ച് ചെയ്ത് ATMലൊക്കെ യൂസ് ചെയ്യുന്ന ആ സംവിധാനത്തെയാണ് ടച്ച് സ്ക്രീൻ എന്ന് പറയുന്നത്. അതിൽ പിന്നെ ജോയ്സ്റ്റിക് മറ്റൊരു ഇൻപുട്ട് ഡിവൈസ് ആണ്. ഇത് സാറിന് ഗെയിം കൺട്രോളറായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഗെയിമൊക്കെ കളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ജോയ്സ്റ്റിക്. ലൈറ്റ് പെൻ ഉണ്ട്. ഒരു സെൻസിറ്റീവ് പെന്നാണ്. പേന പോലെയുള്ള ഒരു ഡിവൈസ്. നമുക്ക് നേരിട്ട് സ്ക്രീനിൽ അത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സ്റ്റൈലസ് എന്ന് പറയുന്ന പേന പോലെ ഇരിക്കുന്ന ഒരു സംവിധാനം, സ്റ്റൈലസ്. അവിടെയും നമ്മൾ സ്റ്റൈലസ് ഉപയോഗിച്ച് നമ്മൾ പല മൊബൈൽ ഫോണുകളിലുമൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. സ്റ്റിക്ക് പോലെ ഇരിക്കുന്ന സാധനം. അത് ഉപയോഗിച്ച് നമുക്ക് സ്ക്രീനിൽ മെനൂസ് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സാറിന് ഇത് PC-കളിലും ടാബ്ലറ്റുകളിലും അതുപോലെ PDA മീൻസ് പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റൻസ്. പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റൻസ് ആണ് PDA എന്ന് പറഞ്ഞത്. PDAയിലും നമ്മൾ സാധാരണയായിട്ട് സ്റ്റൈലസ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മറ്റു ഡിവൈസുകളിൽ വരുന്നതാണ് സ്കാനിങ് ഡിവൈസ്. ഇൻപുട്ട് ഡിവൈസ് എന്നുള്ള കാറ്റഗറിയിലാണ് വരുന്നത്. സ്കാനിങ് ഡിവൈസുകൾ, ഒപ്റ്റിക്കൽ സ്കാനർ ഉണ്ട്. അതായത് കാർഡ് റീഡർ, ബാർകോഡ് റീഡർ, ക്യാരക്ടർ ആൻഡ് മാർക്ക് റെക്കഗ്നിഷൻ റീഡേഴ്സ്. അതായത് ഒപ്റ്റിക്കൽ സ്കാനറുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കാർഡ് റീഡർ, നമ്മൾ മൊബൈൽ കാർഡുകളൊക്കെ അല്ലെങ്കിൽ ATM കാർഡുകളൊക്കെ സ്വൈപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്ട്രിപ്പ് കണ്ടിട്ടുണ്ടാവും. ഈ കാർഡ് റീഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ഉണ്ട്. ബാർകോഡുകൾ, കടകളിലൊക്കെ നമ്മൾ ബില്ലിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ബാർകോഡ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കാനർ ഉണ്ട്. ക്യാരക്ടർ മാർക്ക് റെക്കഗ്നിഷൻ ഡിവൈസസ്, അക്ഷരങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്കാനറുകൾ. മാർക്ക് ചെയ്യുന്ന, നമ്മൾക്കറിയാം OMR പോലെയുള്ള ഡിവൈസുകളൊക്കെ നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. ഇതെല്ലാം സ്കാനിങ് ഡിവൈസസിന്റെ കാറ്റഗറിയിലാണ് വരുന്നത്. ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ, ബാർകോഡ് റീഡർ, അതുപോലെ തന്നെ മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ ചെക്കിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് MICR, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നൈസർ. MICR-ഉം ഒക്കെ നമ്മൾ സ്കാനിങ് ഡിവൈസിന്റെ കാറ്റഗറിയിലാണ് വരുന്നത്. അല്ലെങ്കിൽ ഇമേജ് ക്യാപ്ചറിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ചില ഡിവൈസുകളുണ്ട്. ഇൻപുട്ടായിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസുകളാണ്. ഡിജിറ്റൽ ക്യാമറ, കമ്പ്യൂട്ടറോട് കണക്ട് ചെയ്ത് ഫോട്ടോസൊക്കെ നമുക്ക് കമ്പ്യൂട്ടറിനുള്ളിലേക്ക് ഇൻപുട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലാണ്ട് വീഡിയോ ക്യാമറകൾ, ഇതെല്ലാം നമ്മൾ ഇൻപുട്ട് ഡിവൈസായിട്ട് യൂസ് ചെയ്യുന്നവയാണ്. ഇനി ഔട്ട്പുട്ട് ഡിവൈസുകളെ പറ്റി നോക്കാം. നമ്മൾ സാറിന് യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് ഡിവൈസ് മോണിറ്റർ, സ്പീക്കേഴ്സ് ആൻഡ് പ്രിന്റേഴ്സ്. മോണിറ്ററും പ്രിന്ററും സ്പീക്കറും എല്ലാം ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്. മോണിറ്ററുകളെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം, മോണിറ്ററുകൾ പല ടൈപ്പിലുള്ള മോണിറ്ററുകളുണ്ട്. മോണിറ്ററുകളെ നമ്മൾ വീഡിയോ എന്ന് വിളിക്കാറുണ്ട്, വീഡിയോ ഡിസ്പ്ലേ യൂണിറ്റ് എന്ന് വിളിക്കാറുണ്ട്. മോണിറ്ററുകൾ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള മോണിറ്റേഴ്സ് ആണുള്ളത്. CRT മോണിറ്ററും LCD മോണിറ്ററും. ഇപ്പം പക്ഷേ LED മോണിറ്ററുകളും TFT മോണിറ്ററുകളും ഒക്കെ ഉണ്ട്. CRT മോണിറ്റർ എന്ന് പറഞ്ഞാൽ കാഥോഡ് റേ ട്യൂബ് എന്നാണ്. പഴയ കാലഘട്ടത്തിലുള്ള മോണിറ്ററുകളെല്ലാം CRT മോണിറ്ററുകളായിരുന്നു. പക്ഷേ ഇപ്പോഴുള്ള മോണിറ്ററുകളെല്ലാം LCD, LED, TFT മോണിറ്ററുകളാണ്. LCD മീൻസ് ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ എന്നാണ്. LED മീൻസ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. TFT എന്ന് പറഞ്ഞാൽ തിൻ ഫിലിം ട്രാൻസിസ്റ്റർ എന്നാണ്. പല ടെക്നോളജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വളരെ കനം കുറഞ്ഞ, ഭാരം കുറഞ്ഞ മോണിറ്ററുകളാണ് LCDയും TFTയും LEDയും ഒക്കെ. അതിനകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന LED ആണ്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ്. കൂടുതൽ ഡ്യൂറബിൾ ആണ്, അത് നല്ല വ്യക്തതയാണ്, പിക്ചറുകൾക്ക് നല്ല വ്യക്തതയായതുകൊണ്ട് കൂടുതലും LED മോണിറ്ററുകളാണ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യാറുള്ളത്. CRTയും LED മോണിറ്ററുകളാണ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. മോണിറ്ററുകളുടെ വ്യക്തത പറയുന്നത് റെസൊല്യൂഷൻ ഉപയോഗിച്ചാണ്. നമ്മൾ സാധാരണ റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അറിയാം, ആ പിക്ചറിന്റെ ക്വാളിറ്റിയാണ് അത് സൂചിപ്പിക്കുന്നത്, പിക്ചർ ക്വാളിറ്റി. റെസൊല്യൂഷൻ കൂടി കഴിഞ്ഞാൽ പിക്ചറിന്റെ ക്വാളിറ്റി കൂടും.
നമ്മൾ സാറിന് ഉപയോഗിക്കുന്ന പല റെസൊല്യൂഷൻ നമ്മൾ സാറിന് കേൾക്കാറുള്ള 1024x768. ഈ മോണിറ്ററിന്റെയും ടി വി സ്ക്രീനിന്റെയും ഇത് തന്നെയാണ് ടെക്നോളജി. ഇതിലും അവിടെയൊക്കെ നമ്മൾ റെസൊല്യൂഷൻ പറ്റി പറയാറുണ്ട്. പിക്സൽ എന്നാണ് അതിന്റെ യൂണിറ്റ് പറയുന്നത്. പിക്സൽ മീൻസ് പിക്ചർ എലിമെന്റ്. അതായത് ഈ പിക്ചറുകളെല്ലാം കാണിക്കുന്ന ഡോട്ടുകളായിട്ടാണ്. നമ്മൾ സ്ക്രീനിൽ കാണുന്ന പിക്ചറുകളെല്ലാം ചെറിയ ചെറിയ ഡോട്ടുകളായിട്ടാണ് പ്രദർശിപ്പിക്കുന്നത്. ആ ഡോട്ടുകളെ പിക്ചർ എലിമെന്റ് എന്നാണ് പറയുന്നത്. പിക്ചർ എലിമെന്റ്. ആ ഡോട്ടുകളെ വിളിക്കുന്ന പേരാണ് പിക്ചർ എലിമെന്റ്, അല്ലെങ്കിൽ അതിനെ ചുരുക്കി വിളിക്കുന്ന പേരാണ് പിക്സൽസ്. പിക്സൽസിന്റെ എണ്ണം, ഡോട്ടുകളുടെ എണ്ണം, അതാണ് അതിന്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രിന്ററുകൾ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടുന്ന മറ്റൊരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ് പ്രിന്ററുകൾ. ഈ മോണിറ്ററുകൾ നമ്മൾ മറ്റൊരു പേരിൽ അറിയപ്പെടാറുണ്ട്, സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട്. പ്രിന്ററുകളെ നമ്മൾ പറയുന്നത് ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് എന്നാണ്. ഹാർഡ് കോപ്പി. അവിടെ രണ്ട് ടൈപ്പ് പ്രിന്റേഴ്സ് ആണുള്ളത്, ഇമ്പാക്ട് ആൻഡ് നോൺ ഇമ്പാക്ട്. അത് ഒരു പേപ്പറിലേക്ക് ഒരു സ്ട്രൈക്ക് ചെയ്ത്, അതായത് ആ പേപ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്ത് പ്രിന്റ് ചെയ്യുന്ന രീതിയാണ് ഇമ്പാക്ട് പ്രിന്റിംഗ് എന്ന് പറയുന്നത്. ഡോട്ട് മെട്രിക്സ് പ്രിന്റർ, ഡെയ്സി വീൽ പ്രിന്റർ, ലൈൻ പ്രിന്റർ, ഇതെല്ലാം തന്നെ ഇമ്പാക്ട് പ്രിന്റേഴ്സിന് എക്സാമ്പിൾസ് ആണ്. പക്ഷെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഡോട്ട് മെട്രിക്സ് പ്രിന്റർ ആണ്. നിങ്ങൾക്കറിയാം, ബില്ലൊക്കെ അടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രിന്ററുകൾ കണ്ടിട്ടുണ്ടാകും. ഇതാണ് ഡോട്ട് മെട്രിക്സ് പ്രിന്റർ. ഡോട്ടുകളായിട്ടാണ് അതിന്റെ പ്രിന്റുകൾ വരുന്നത്. ഈ നോൺ ഇമ്പാക്ട് പ്രിന്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഡസ് നോട്ട് അപ്ലൈ പ്രഷേഴ്സ് ഓൺ ദി പ്രഷർ, അതായത് പേപ്പറിലേക്ക് പ്രഷർ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. പേപ്പറും അല്ലെങ്കിൽ പ്രിന്ററുമായിട്ട് നേരിട്ടുള്ള കോണ്ടാക്ട് അല്ല. അത് വേറെ പല ടെക്നോളജികളാണ് അവിടെ പ്രിന്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അവിടെ ക്യാരക്ടർ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ക് സ്പ്രേ ചെയ്യാറുണ്ട്, ഫോട്ടോഗ്രാഫിക് ടെക്നോളജി യൂസ് ചെയ്യാറുണ്ട്, ചൂട് ഉപയോഗിച്ച് പ്രിന്റ് ചെയ്യാറുണ്ട്. ലേസർ ബീമുകളും ഇങ്ക് സ്പ്രേ ചെയ്തു ഫോട്ടോഗ്രാഫിക് അല്ലെങ്കിൽ ഹീറ്റ് ട്രീറ്റ്മെന്റുകളിലൂടെ പ്രിന്റ് ചെയ്യുന്ന ടെക്നോളജിയാണ് നോൺ ഇമ്പാക്ട് പ്രിന്ററിലുള്ളത്. ഇങ്ങനെയുള്ള പ്രിന്ററുകൾ ഇവിടെ നിങ്ങൾ കാണുന്ന ഇതാണ് ഡോട്ട് മെട്രിക്സ് പ്രിന്റർ. ഇത് ഇങ്ക് ജെറ്റ് പ്രിന്റർ എന്ന് പറയും. ഇങ്ക് സ്പ്രേ ചെയ്താണ് പ്രിന്റ് ചെയ്യുന്നത്. ഇങ്ക് ജെറ്റ് ഇത് നോൺ ഇമ്പാക്ട് ആണ്. ഇത് മാത്രമേ ഉള്ളൂ ഇമ്പാക്ട് പ്രിന്റർ. ഇത് നോൺ ഇമ്പാക്ട് ആണ്. ഇങ്ക് ജെറ്റ് പ്രിന്റർ, ലേസർ പ്രിന്റർ, ലേസർ ബീമുകൾ ഉപയോഗിച്ച് പ്രിന്റ് ചെയ്യുന്ന ടെക്നോളജിയാണ്. ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ക്ലാരിറ്റി ഉള്ള, വ്യക്തത കൂടിയ പ്രിന്റിങ്ങിനാണ് നമ്മൾ ലേസർ പ്രിന്റർ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളെ പറ്റിയാണ്. പിന്നെ നമ്മൾ സ്പീക്കർ എന്ന് ഞാൻ പറഞ്ഞു. സ്പീക്കറുകൾ നമ്മൾ സാധാരണയായിട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ പ്ലോട്ടർ, നമ്മൾ സാധാരണ ഓട്ടോകാഡ് പോലെയുള്ള സോഫ്റ്റ്വെയറുകൾ, ഓട്ടോകാഡ് നമ്മൾ ഡ്രോയിങ്ങിന് വേണ്ടി, പ്ലാൻ എലിവേഷൻസ് ഒക്കെ വരയ്ക്കാൻ വേണ്ടി, മിഷൻ ഡ്രോയിങ്ങിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അതിന്റെ പ്രിന്റ് എടുക്കുന്നത് നമ്മൾ പ്ലോട്ടറിലാണ്. അതായത് വലിയ ഷീറ്റുകളിലേക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ പ്രിന്റർ ഉപയോഗിച്ച് നമുക്ക് പ്രിന്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലോട്ടർ എന്ന് പറയുന്ന ഡിവൈസ് ആണ്. അതൊരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. പ്രിന്ററും പ്ലോട്ടർ, അതുപോലെ തന്നെ പ്രൊജക്ടർ, ഇതെല്ലാം തന്നെ ഔട്ട്പുട്ട് ഡിവൈസിന്റെ. പ്രൊജക്ടർ ഇല്ലേ, നമ്മൾ ക്ലാസ്സുകളിലൊക്കെ കണ്ടിട്ടുണ്ടാകും. നിങ്ങൾ പ്രൊജക്ടർ ഉപയോഗിച്ച് നമ്മൾ വലിയ സ്ക്രീനുകളിൽ, മോണിറ്ററിൽ കാണുന്ന ഡിസ്പ്ലേ വലിയ സ്ക്രീനുകളിലേക്ക് പകർത്തുവാൻ വേണ്ടി നമ്മൾ പ്രൊജക്ടറുകൾ യൂസ് ചെയ്യാറുണ്ട്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഇൻപുട്ട് ഡിവൈസുകൾ നമ്മൾ പറഞ്ഞത് കീബോർഡ്, മൗസ്. ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന രണ്ട് ഇൻപുട്ട് ഡിവൈസ് ആണ് കീബോർഡും മൗസും. അതേപോലെ തന്നെ ജോയ്സ്റ്റിക്ക്, ലൈറ്റ് പെൻ, ട്രാക്ക് ബോൾ, അതുപോലെ തന്നെ സ്കാനേഴ്സ്. പല ടൈപ്പ് സ്കാനറുകളുണ്ട്. അതിനകത്ത് വരുന്നതാണ് MICR, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നൈസർ, OMR, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. നിങ്ങൾക്കറിയാം, ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷനുകളൊക്കെ പേപ്പർ വാല്യുവേഷൻ OMR ഡിവൈസ് ആണ് ഉപയോഗിക്കുന്നത്. ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. OCR, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ, അക്ഷരങ്ങൾ വായിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്കാനറുണ്ട്. ബാർകോഡ് റീഡർ ഉണ്ട്. അതായത് നമ്മൾ പ്രോഡക്റ്റുകളുടെ ഒക്കെ മുകളിലുള്ള ബാർകോഡുകളെ റീഡ് ചെയ്തെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബാർകോഡ് റീഡേഴ്സ്. ഇതെല്ലാം ഇൻപുട്ട് ഡിവൈസസിന്റെ കാറ്റഗറിയിലാണ് വരുന്നത്. ഔട്ട്പുട്ട് ഡിവൈസിന്റെ കാറ്റഗറിയിൽ രണ്ട് ടൈപ്പിലുള്ള ഔട്ട്പുട്ട് ഡിവൈസുകളാണുള്ളത്, സോഫ്റ്റ് കോപ്പി ആൻഡ് ഹാർഡ് കോപ്പി. സോഫ്റ്റ് കോപ്പിയിൽ വരുന്നതാണ് മോണിറ്റർ, ഹാർഡ് കോപ്പിയിൽ വരുന്നതാണ് പ്രിന്റർ. സ്പീക്കറും ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. പ്രൊജക്ടർ ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. പ്ലോട്ടർ ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഇതെല്ലാം ഔട്ട്പുട്ട് ഡിവൈസസിന്റെ കാറ്റഗറിയിലാണ് വരുന്നത്. താങ്ക് യു.